എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ, പുനെ. ഇന്ന് നമ്മുടെ രാഷ്ട്രം 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ് അല്ലേ? എന്താണ് ഈ റിപ്പബ്ലിക് ഡേയുടെ ഒരു പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ നേടിയത് നമ്മുടെ കാരണവന്മാർ, ഒരുപാട് മഹാന്മാർ അവരുടെ ജീവൻ വരെ ബലികൊടുത്തിട്ടാണ്. ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നത് നമുക്കിന്ന് അറിയില്ല എന്താണ് അതിൻ്റെ വില, എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വില നാം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ഒരിക്കൽ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് സത്യം പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയില്ല എന്നതാണ് സത്യം. അവർക്കെവിടെയും സ്വാതന്ത്ര്യമാണ്. ചെറിയൊരു പാരമ്പര്യം അല്ലെങ്കിൽ ചെറിയൊരു റിസ്ട്രിക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ തലമുറ. നമ്മുടെ കാലത്തൊക്കെ നമ്മൾ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, വീരശൂര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മുൻ തലമുറക്കാർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടീഷുകാരാൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. ഗാന്ധിജി തികച്ചും അഹിംസാവാദിയായിട്ട് കൂടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ല നിലയിലുള്ളൊരു മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരനായി, വസ്ത്രം പോലും ഒരു സാധാരണ പൗരൻ, ദരിദ്രവാസിയായൊരു പൗരൻ ഉപയോഗിക്കുന്ന പോലെ ഒരു വസ്ത്രം പോലും അദ്ദേഹം ധരിച്ച് വളരെ ലളിതമായിട്ട് ഒരു മേൽമുണ്ട ഇട്ടിരുന്ന, ഒരു ഷർട്ട് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ദരിദ്രനായ ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും കടന്നുപോയ അദ്ദേഹം, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, അത്ര മഹനീയമായ ആദർശങ്ങൾ വെച്ച് പുലർത്തുകയും അതുപോലെ തന്നെ ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്ത ഒരു വലിയൊരു വ്യക്തിത്വം. അതുപോലെ നമ്മുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ആത്മാഹുതി ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി, അഥവാ കൊലമരത്തിൽ അവരെ ബ്രിട്ടീഷുകാരെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ മുകളിൽ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ, നമ്മളൊരു ഓഫീസിൽ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മേലധികാരിയുടെ അനാവശ്യമായ ഇടപെടലുകൾ വരുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അനിക്കുന്ന രീതിയിലാകുമ്പോൾ എത്രമാത്രം നമ്മൾ മാനസികമായി തകർന്നു പോകും. നമ്മളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് മാറും. ആ സമയത്താണ് ശരിക്കും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാം ജോലി ചെയ്യുന്ന ആരുടെയൊക്കെ അണ്ടറിലാണ് അല്ലേ? ആരൊക്കെയോ നമ്മൾ ഭരിക്കുന്നു എന്ന തോന്നൽ നമുക്കൊരുപാട് നിരാശാജനകമാണ്, വേദനാജനകമാണ്. അത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്നില്ലേ? ഇതൊരു പ്രശ്ന ഇഷ്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കും. ഒരാൾ നമ്മളോട് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആജ്ഞാപിക്കുമ്പോൾ, ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ടാണ് പുറത്തുള്ള ഒരാൾ ഭരിക്കുന്നതെങ്കിൽ എത്രമാത്രം നമുക്കത് സഹിച്ച് നിൽക്കാൻ പറ്റും? വളരെ ദുസ്സഹമായ കാര്യമല്ലേ അത്? ആ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമപ്രകാരം തന്നെയായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1950 ജനുവരി 26 ആണ് നമുക്ക് സ്വന്തമായ ഭരണ സമ്പ്രദായങ്ങളും ഭരണ സംഹിതകളും നിയമസംഹിതകളൊക്കെ ഉണ്ടായതും
പിന്നെ അതനുസരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകാൻ തുടങ്ങിയതും. ഭാരതത്തിന് സ്വന്തമായിട്ട് ഭരണ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയത് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അവരാലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇന്നും കാര്യമായ തിരുത്തലുകളൊന്നും വരാതെ ഇന്നും മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭരണഘടന കാലത്തിനനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ചെറിയ ചെറിയ തിരുത്തലുകളൊക്കെ ചില വകുപ്പുകൾ വരുത്തിയത് ഒഴികെ അത്രയും കൃത്യമായിട്ട് വളരെ ഭാരതത്തെക്കുറിച്ച് പഠിച്ച ശേഷം ജനങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിയ ശേഷം ഉണ്ടാക്കിയൊരു ഭരണഘടന, ഭരണ സമ്പ്രദായം, അതിലൂടെയാണ് നാം ഇത്ര വർഷങ്ങളിലായിട്ട് കടന്നു പോകുന്നത്. അപ്പോഴാണ് ശരിക്കും നമുക്ക് പരമാധികാരം കിട്ടിയത്. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടും വൈസ്രോയിമാരും പലരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായ റൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആ നിയമങ്ങളോടുകൂടി അത് തന്നെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ 1950 ജനുവരി 26-നാണ് ഈ നിയമങ്ങളൊക്കെ നമ്മൾ പരിപാലിക്കാൻ തുടങ്ങിയത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഭരണ സമ്പ്രദായങ്ങൾ നമ്മൾ തുടങ്ങിയത്. അത് കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഒരു മനുഷ്യ ആയുസ് പോലും ആയിട്ടില്ല. 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പ് നമ്മുടെയൊക്കെ ഇപ്പോൾ പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്തൊക്കെ അവർക്ക് പല കാര്യങ്ങളും പല അക്രമ സംഭവങ്ങളിലും അവർക്ക് ദൃക്സാക്ഷി ആവേണ്ടി വന്നിട്ടുണ്ടാവാം. അവരുടെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ നരയിക്കുന്നതൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്ന ആ ജനവിഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കും, എത്രമാത്രം വിഷമം അനുഭവിച്ചു കാണും. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പം എന്താണ് നടക്കുന്നത്? നമ്മൾ ജനങ്ങൾ അല്ലേ ഒരു മതേതര രാഷ്ട്രമായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചു. മതേതര രാഷ്ട്രം എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാവും, എല്ലാ മതങ്ങൾക്കും ജാതികൾക്കും വർണ്ണങ്ങൾക്കൊക്കെ ഒരേ പ്രാധാന്യം, തുല്യ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രം. അത് പക്ഷേ ഭാരതം പോലെ അങ്ങനെ ഒരു രാഷ്ട്രം ഇനി ഉണ്ടോ എന്ന് പോലെ സംശയമാണ്. ഇത്രമാത്രം പാലിക്കപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നും ആ പല വിദ്വേഷങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ ഇന്നും നിലനിൽക്കുന്നു. നമ്മളത് പല പ്രശ്നങ്ങളിലും ആ ഒരു വേർതിരിവ് കണ്ടുവരുന്നു എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ഇത്രയും സമഭാവനയുടെ സഹവർത്തിത്വത്തോടെ പോയാൽ എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒക്കെ ഒരേപോലെ സ്വാതന്ത്ര്യത്തോടെ സുഖമായിട്ട് സമാധാനമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം, ഒരു സാഹചര്യം സൃഷ്ടിച്ച ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, മനസ്സുകൊണ്ട് ഇത്രയും വിശാലമായ ഹൃദയമുള്ള കരുണയുള്ള അലിവുള്ള ഭാരതീയരുടെ സ്വന്തം നാട്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ പോലെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ പേരിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലായാലും അല്ലേ പരിപൂർണ സാക്ഷരത നേടിയ ആദ്യമായിട്ട് നേടിയ നമ്മുടെ സംസ്ഥാനമാണ് കേരളം. അവിടെ പോലും ജാതിയും മതവും നിറവും ഒക്കെ മനുഷ്യന് മാനസികവും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ സൃഷ്ടിക്കാൻ അവിടെ ഒരു കാരണമായി മാറുകയാണ്. ഒരുപാട് സങ്കടമുണ്ട്. ഇത്രയും പഠിച്ച പരിപൂർണ സാക്ഷരത പ്രഖ്യാപിച്ചൊരു സംസ്ഥാനമാണ് നമ്മുടേത്. മലയാളം എന്ന് പറഞ്ഞാൽ ഇത്രയും മധുരമായിട്ടുള്ള മലയാളം. മലയാളികൾ ആതിഥ്യ മര്യാദകളൊക്കെ പാലിക്കുന്ന, അതിഥികളെ ഭഗവാന് തുല്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നമ്മുടെ സ്വന്തം ആളുകളെ നമ്മെപ്പോലെ കാണാൻ സാധിക്കുന്നില്ല എന്നത്
എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഒരുപക്ഷേ ഒരു മതേതര രാഷ്ട്രമല്ലാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിൽ ഇതിൽ കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, ദുരുപയോഗം നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ വന്നു. അതിനിടെ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ അവരുടെ നാട്ടിലെ കാലാവസ്ഥ തണുപ്പാണ് സ്ഥിരമായിട്ട്. അവർക്ക് ഒന്നോ രണ്ടോ പെഗ് കഴിക്കാതെ, മദ്യം ഉപയോഗിക്കാതെ അവിടെ അവരുടെ ശരീരത്തിലെ രക്തോട്ടം ഉണ്ടാവില്ല, ഉണർവുണ്ടാവില്ല. അത് അവരുടെ ആവശ്യമായിരുന്നു. പക്ഷെ ആ ആവശ്യം നമ്മളുടെ ഇവിടെ വന്നപ്പോൾ അനാവശ്യമായി മാറുകയും വളരെ നല്ല സംസ്കാരത്തോടെ മുന്നോട്ട് പോയി നമ്മളൊക്കെ അവരെ അനുകരിച്ചിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് മാറുകയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന, രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മളെത്തി, നമ്മൾ മറ്റുള്ളവരും എത്തിച്ചു. തുച്ഛമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ കുട്ടികളെ അടക്കം മയക്കുമരുന്നിൻ്റെ പല ശൃംഖലകളിലൊക്കെ ഉൾപ്പെടുത്തി ലാഭം കൊയ്യുന്നത്. പല മയക്കുമരുന്ന് ലോബികളും ഇപ്പം ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. സ്വയം അങ്ങനെ തിരിച്ചറിവ് ആവാത്ത പ്രായത്തിൽ അവരെ അതിന് അടിമയാക്കി മാറ്റുന്നു. അപ്പം നമ്മൾ ഈ മയക്കുമരുന്ന് കാണിച്ച് ആ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു നൈമിഷികമായ സുഖങ്ങളുടെ ഓർമ്മകൾ അല്ലേ, അങ്ങനെ ഒരു വ്യാമോഹം അവർക്ക് നൽകിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പലരുടെയും ആത്മാക്കൾ ഇതൊക്കെ കണ്ട് വേദനിക്കുന്നുണ്ടാവും. നമുക്ക് ശ്രമിക്കാം നമ്മളെ മക്കളെയും നല്ല രീതിയിൽ കൊണ്ടുവരാൻ. അതുപോലെ നമ്മളും ഒരു തരത്തിലുള്ള മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാവാതെ, അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങളെ, പെൺകുട്ടികൾക്കും അവരൊക്കെ എല്ലാവരും സഹോദരിയെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചുരുങ്ങിയ പക്ഷം അവരോട് അക്രമം ചെയ്യാതെ അവർക്ക് ഒരു സഹജീവി എന്ന രീതിയിലുള്ള പ്രാധാന്യമെങ്കിലും കൊടുത്ത് ജീവിക്കാൻ തയ്യാറാവുക. പുരുഷധർമ്മം സ്ത്രീയുടെ സുരക്ഷയാണ്. ഒരിക്കലും ദുർബലയായ സ്ത്രീയെ മുതലെടുക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുകയോ അല്ല. അവൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ആളുകളാണ് പുരുഷന്മാർ. പക്ഷെ ഇപ്പം സ്ഥിതി മാറി. പുരുഷന് പോലും ജീവിക്കാൻ വിഷമം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറി. അതിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ അതിന് കാരണമായി മാറുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു റീലുണ്ടാക്കി റീച്ചിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട ആ പുരുഷന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. ആകെ അഭിമാനത്തിന് മുറിവേറ്റുകൊണ്ടാവാം. അപ്പോൾ ഈ അവസ്ഥയൊക്കെ നമ്മൾ മാറിയിട്ട് നമുക്കതൊന്നുമല്ല ജീവിതം. ഈ രാഷ്ട്രം ഇനി അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം, അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മളിങ്ങനെയൊക്കെ ആയാൽ മതിയോ? സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് വരിക, എല്ലാവരെയും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അതൊക്കെ ആയിരിക്കും നമ്മളിനി ചെയ്യേണ്ടത്. എന്തായാലും ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ പറയുന്നു. അപ്പം നമ്മുടെ പരമാധികാരത്തിൻ്റെയും മതേതരത്തിൻ്റെ ഒക്കെ ആ ഒരു വില മനസ്സിലാക്കി നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ നമുക്ക് ഭരണം ഇപ്പം നടത്തുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ, അവരാണ് നമ്മൾ ഭരിക്കുന്നത്. ജനങ്ങളാൽ
ജനങ്ങൾ ആണ് ഭരിക്കപ്പെടുന്നത്, അല്ലാതെ പുറമെ ആരും വന്നിട്ടല്ല ആരും നമ്മളെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ? അത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഇനിയും അത് മനസ്സിലാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലേക്ക് അങ്ങനെയൊക്കെ നന്മകൾ വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ജയ് ഹിന്ദ്.